വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളെന്ന് വെച്ചാൽ വിഷു വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ. ഞങ്ങൾ വീഡിയോ എടുത്ത് വെച്ചെങ്കിലും അത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനായിട്ട് വൈകിയതിൽ എല്ലാവരോടും സോറി പറയുക കേട്ടോ. വിഷു ആയിട്ട് കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി. പക്ഷേ എന്നാലും എടുത്ത് വെച്ച വിശേഷങ്ങൾ നിങ്ങളെല്ലാവരെയും കാണിക്കണം, അറിയിക്കണം എന്ന് തോന്നി. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇത്തിരി വൈകിയെങ്കിലും ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യണത്. അപ്പം ഞങ്ങളുടെ വിഷു ആഘോഷം വിഷുവിൻ്റെ തലേദിവസം രാത്രി തന്നെ തുടങ്ങി കേട്ടോ. ഒത്തിരി ഒന്നും ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളങ്ങനെ പടക്കമൊന്നും വാങ്ങിച്ചില്ല, കാരണം കുക്കുവിന് ശബ്ദം കേൾക്കണതൊക്കെ പേടിയാണ്. കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, കമ്പിത്തിരി, ചക്രം, പൂക്കുറ്റി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു. പക്ഷേ ഇതെല്ലാം ആൾക്ക് പേടിയാണ്. എല്ലാം ആൾ ആസ്വദിക്കും, പക്ഷേ ആൾക്ക് കത്തിക്കാനോ പിടിക്കാനോ തൊടാനോ ഒക്കെ ആൾക്ക് പേടിയാണ്. ആളിത് എൻ്റെ തോളത്ത് കയറിയിരിക്കുക, ഒരു രക്ഷയില്ല, എന്ത് ചെയ്താൽ താഴേക്ക് ഇറങ്ങില്ല. കമ്പിത്തിരി ഒന്ന് പിടിക്കാൻ പോലും ആൾക്ക് പേടിയാണ്. പക്ഷേ എല്ലാം ആൾ നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇത് കാണുന്നതും. അച്ഛനെ വിളിച്ച് പറഞ്ഞ് എല്ലാം വാങ്ങിപ്പിച്ച് കൊണ്ടുവന്ന് ഞങ്ങളെല്ലാം ചെയ്തു. ഞങ്ങളുടെ വീടിൻ്റെ മുകളിലത്തെ പാലത്തിൽ വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ചക്രമൊക്കെ കത്തിച്ചത്. കാരണം ഇറയത്ത് വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഇറയത്തൊക്കെ അതിൻ്റെ പാട് വരണം. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ മേളിൽ ഞങ്ങൾക്ക് കനാൽ ക്രോസ് ചെയ്തിട്ടൊരു പാലമുണ്ട്. അപ്പോൾ പാലത്തിൽ വെച്ചിട്ടാണ് ഞങ്ങളെല്ലാം ചെയ്തത്. അതിനുശേഷം ഞങ്ങളിത് രാത്രി വിഷുക്കണിയൊക്കെ ഒരുക്കി വെച്ച് എല്ലാം സെറ്റാക്കിയതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ കിടന്നത്. ഞങ്ങൾ 3 പേരും കൂടിയാണ് കേട്ടോ. 3 പേരല്ല, ഞങ്ങൾ 4 പേരും കൂടിയാണ്. കുക്കും കൂടി ഞങ്ങൾ കണിയൊക്കെ ഒരുക്കി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ വിഷുക്കണി കൊളുത്തി ഭഗവാനെ ഞങ്ങൾ കണി കണ്ടു. എല്ലാ കൊല്ലവും ഓരോ വർഷം ചെല്ലുന്തോറും ഒരുപാട് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റണമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. എന്തായാലും നല്ല ഭംഗിയായിട്ട് തന്നെ ഞങ്ങൾക്ക് കണിയൊക്കെ ഒരുക്കി ഞങ്ങൾക്ക് കണി കാണാനായിട്ട് സാധിച്ചു. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ 3 കണ്ണന്മാർ നിരന്നിരിക്കുന്നത് കണ്ടോ. അതിൽ ആ കുഞ്ഞ് കൃഷ്ണനെ കുക്കുവിന് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. കുക്കും കൂടിയാണ് കേട്ടോ കണിയെല്ലാം ഒരുക്കി. എല്ലാം കഴിഞ്ഞതിന് ശേഷം രാത്രി ഒരുപാട് വൈകിയാണ് കേട്ടോ ഞങ്ങൾ കിടന്നത്. കുക്കും അപ്പോഴാണ് കിടന്നത്. കുക്കുവിനെല്ലാം ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം റെഡിയാക്കി വയ്ക്കാനും ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഒത്തിരി കൊന്നപ്പൂവും കിട്ടി ഇത്തവണ. അത് കാരണം കൊണ്ട് എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റി. എല്ലാവരും ചെയ്യുന്നത് പോലെ വെള്ളരിക്ക, ചക്ക, മാങ്ങ, പഴം, പിന്നെ മറ്റ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാം വച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ കണി വെച്ചത്. എന്തായാലും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി. അതിനുശേഷം ഞങ്ങൾ കുക്കുവിനെ കണി കാണിച്ചു. കുക്കുവിനെ ഹരിച്ചേട്ടൻ കണ്ണ് പൊത്തി കൊണ്ടുവന്ന് ഭഗവാന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. കുക്കും ഭഗവാനെ കണി കണ്ടു. കുക്കുവിന് ഒത്തിരി സന്തോഷമായി. എല്ലാം ആൾ രാവിലെ ഇങ്ങനെ അതിശയത്തോടു കൂടി നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ. ആൾക്ക് ഒത്തിരി ഇഷ്ടമായി. കുറേ നേരം ഇങ്ങനെ നോക്കി നിന്ന് കണ്ടു ആൾ ഗുരുവായൂരപ്പനെ. അവൾക്ക് ഇഷ്ടമാണ്, എല്ലാം ചെയ്യാനായിട്ട് വലിയ ഇഷ്ടമാണ്. അതിനുശേഷം ഞങ്ങൾ പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. കുക്കും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ കൊച്ചു പൂജാമുറി. അതിലെല്ലാവരും ഉണ്ട് കേട്ടോ. ഗുരുവായൂരപ്പനുണ്ട്, അയ്യപ്പസ്വാമിയുണ്ട്, മുകളിൽ കുറേ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്, അതിലും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കാണിക്കണം എന്നും പറഞ്ഞ് ഇത് കുക്കും എടുത്തതാണ് കേട്ടോ ഈ വീഡിയോ. അങ്ങനെ ഞങ്ങളെല്ലാവരെയും കണി കണ്ടു. ഇത്തവണത്തെ വിഷു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ ആഘോഷിച്ചു. ഒരു സ്ഥലത്തും പോയൊന്നുമില്ല കേട്ടോ. കാരണം ഞങ്ങളിവിടെ തന്നെയാണ് വിഷു ആഘോഷിച്ചത്. സാധാരണ വിഷുവിൻ്റെ അന്ന് എല്ലാവരും എവിടെയെങ്കിലും പോവുകയൊക്കെ ചെയ്യുമല്ലോ. ഞങ്ങൾ പക്ഷേ എങ്ങും പോയില്ല. ഞങ്ങൾ വീട്ടിൽ തന്നെ ഞങ്ങൾ വിഷു ആഘോഷിച്ചു. അതിനുശേഷം കുക്കുവിന് വിഷു കൈനീട്ടമൊക്കെ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത്തവണത്തെ വിഷു ആഘോഷിച്ചു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.